ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാത്തു നിൽക്കാതെ തോമസ് കെ തോമസ് നാട്ടിലേക്ക് മടങ്ങി. ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മടക്കം. അതേസമയം തോമസ് മന്ത്രിയാവാൻ സാധ്യതയില്ല എങ്കിൽ താൻ എന്തിനു രാജിവെക്കണമെന്നാണ് AK ശശീന്ദ്രന്റെ ചോദ്യം. രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഞാൻ അങ്ങനെയൊന്നും ധരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തോമസിനെ മന്ത്രിയാക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കേരളീയ സമൂഹത്തെയും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയും നിങ്ങളിലൂടെ അറിയിക്കും. ഇത് ഞാൻ എതിരാണെന്ന് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളെങ്കിലും ശശീന്ദ്രൻ്റെ ഒരു പിടിവാശി എന്ന നിലക്ക് വരുന്നത്. ശശീന്ദ്രൻ ഒരു പിടിവാശിയില്ല. ഞാനിത് ആദ്യം ദേശീയ നേതൃത്വം ബോംബെയിൽ വെച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നു. ഒന്ന്, ഞാൻ മാറാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് തോമസ് കെ തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചത് കൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേർന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഒരു മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ദിവസങ്ങളായി ഈ ചർച്ചയും അതിന്മേലുള്ള ചർച്ചയും ഒക്കെ അങ്ങനെ നടക്കുന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴിതാ AK ശശീന്ദ്രൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ താല്പര്യത്തെ അവഗണിക്കുന്നത് പോലെ ആവില്ലേ ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് എന്ന്. അതേസമയം തന്നെ തോമസ് കെ തോമസ് ഡൽഹിയിലെത്തി പവാറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നു. അതൊരു സ്വകാര്യ കൂടിക്കാഴ്ചയാണ് എന്നാണ് മന്ത്രി ശശീന്ദ്രൻ പറയുന്നത്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? മൂർത്തി, ഇന്നലെ രാത്രിയായിരുന്നു ശരത് പവാറിന്റെ വസതിയിൽ വെച്ച് തോമസ് കെ തോമസും PC ചാക്കോവും ഒപ്പം പ്രകാശ് കാരാട്ടും എല്ലാം തന്നെ എത്തി ചർച്ച നടത്തിയത്. പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മന്ത്രിമാറ്റം തന്നെയായിരുന്നു. അത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സംസാരമായിരുന്നെങ്കിൽ പോലും NCP സംസ്ഥാന ഘടകത്തിന് പറയാനുള്ളത്, പ്രത്യേകിച്ചും മന്ത്രി AK ശശീന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തിനോട് പാർട്ടിയുടെ താല്പര്യങ്ങളോട് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളോട് വഴങ്ങുന്നില്ല എന്നുള്ള കാര്യം അടക്കം കൃത്യമായിട്ട് സംസ്ഥാന നേതാക്കൾക്ക് പറയാനുള്ളത് ശരത് പവാറിനെ അറിയിച്ചിട്ടുണ്ട്. വലിയ അതൃപ്തിയിലായിരുന്നു നേതാക്കൾ ഡൽഹിയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. ആ അതൃപ്തി അവരുടെ ദേശീയ നേതാവിനെ ശരത് പവാറിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയിൽ സുപ്രിയ സൂലെ അടക്കമുള്ളവരും പങ്കെടുത്തിരുന്നു. ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് ശരത് പവാർ പ്രകാശ് കാരാട്ടിനെ വിളിച്ചു വരുത്തുന്നത്. പ്രകാശ് കാരാട്ടും അവിടെ ഏകദേശം 3/4 മണിക്കൂറോളം തന്നെ ഈ മറ്റ് നേതാക്കൾക്കൊപ്പം തന്നെ അവിടെ ഇരുന്ന് പറയാനുള്ള കാര്യങ്ങൾ, സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇന്നലത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഇവർ പിരിയുന്നത്. ആദ്യം പ്രകാശ് കാരാട്ട് പോകുന്നു, പിന്നാലെ PC ചാക്കോ പോകുന്നു, അത് കഴിഞ്ഞ് തോമസ് കെ തോമസും പോകുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്ത സമയത്തും അദ്ദേഹം പറഞ്ഞത് ഈ മന്ത്രിമാറ്റത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകളൊന്നും ഉണ്ടായില്ല. തനിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ തന്റെ നേതാവിനെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു താൻ വന്നത്. ഇന്നും ചർച്ച തുടരുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ ചർച്ചയ്ക്ക് തോമസ് കെ തോമസിന് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം ശരത് പവാറിനെ ഇന്നും കാണാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടിനെയും കാണാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ചർച്ചയ്ക്ക് ക്ഷണം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ കേരളത്തിലേക്ക് മടങ്ങിയത്. ഇന്ന് രാവിലെ 3:30 അദ്ദേഹം കേരള ഹൗസിൽ നിന്നും പോയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. 3:30 ചർച്ചയ്ക്ക് ശ്രമിച്ചു, അത് നടക്കാതെ വന്നതോടെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇന്ന് പുലർച്ചെ തോമസ് കെ തോമസ്.